നമുക്ക് ഇന്നൊരു മഫിൻ ചെയ്താലോ? ഈ മഫിൻസും കപ്പ് കേക്ക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? മഫിൻസ് കുറച്ചുകൂടെ ഹെൽത്തിയർ സൈഡിലേക്ക് ഉള്ളതാണ്. എന്ന് വെച്ചാൽ കപ്പ് കേക്ക്സിൻ്റെ അത്രയും മധുരം കാണില്ല. പിന്നെ ഇതിനകത്ത് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നമുക്ക് ധാരാളം ചേർക്കാം. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഒരു ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ നമുക്ക് ഒരു ഓപ്ഷനായിട്ട് മഫിൻസ് കാണാൻ പറ്റുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒത്തിരി ആരോഗ്യപ്രദമായിട്ടുള്ള രീതിക്കുള്ള ഒരു മഫിനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് ആപ്പിൾ വാൾനട്ട് മഫിനാണ്. നമ്മളിതിൽ ഫ്ലോറായിട്ട് യൂസ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ്, അതായത് ഹോൾ വീറ്റ് ഫ്ലോറാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ മധുരത്തിന് നമ്മൾ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി പറയാം. ഹോൾ വീറ്റ് ഫ്ലോർ 1/2 കപ്പ്, പിന്നെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്. ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇതൊരുമിച്ചാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇതിനകത്ത് സിനമൺ പൗഡറും കൂടെ ഉണ്ട് കേട്ടോ, അത് പറയാം. പിന്നെ മെൽറ്റഡ് ബട്ടർ ആവശ്യമുണ്ട്. നമ്മളിതിലേക്ക് 1/4 കപ്പിൻ്റെ അടുത്ത് മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി റൂം ടെമ്പറേച്ചറുള്ള പാലാണ്. ഇത് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണോളം വരും. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ചേർക്കാനുള്ള സിനമൺ പൗഡർ, ഇത് 1/2 ടീസ്പൂൺ വരുന്നുണ്ട്. പിന്നെ വാനില എസൻസ് 1/2 ടീസ്പൂൺ തന്നെ. ബ്രൗൺ ഷുഗർ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ, പാലിൻ്റെ ഏകദേശം അതേ അളവിൽ തന്നെ. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള വാൾനട്ടാണ്. ഇത് കുറച്ച് മതി, ശരിക്കും പറഞ്ഞാൽ ഒരു പിടി തന്നെ വേണ്ട, അതി കുറഞ്ഞിട്ട് മതി. പിന്നെ ആപ്പിളാണ്. ആപ്പിൾ 1/2 കപ്പ് നന്നായിട്ട് ചോപ്പ് ചെയ്തത്. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാനിലേക്ക് ഈ ചോപ്പ് ചെയ്തിട്ടുള്ള ആപ്പിൾ ഇട്ടിട്ട് ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഈ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലേക്ക് വരണം. ഇത് കുറച്ചൊന്ന് വറ്റി വരുന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക്. എല്ലാം കൂടെ 2 മിനിറ്റ് മതി. എന്നിട്ടൊന്ന് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷമാണ് നമ്മളിതിന് മറ്റുള്ള ഇൻഗ്രീഡിയൻസുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഒരു വലിയ ബൗളിലേക്ക് മെൽറ്റഡ് ബട്ടർ, മിൽക്ക്, വാനില എസൻസ് ഇത് നന്നായി വിസ്ക് ചെയ്തിട്ട് പിന്നെ ഈ ആപ്പിൾ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്യുക. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അരിച്ച് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. അവസാനം നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള വാൾനട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഇടണ്ട, കുറച്ച് മാറ്റി വെച്ച് ബാക്കിയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഐസ്ക്രീം സ്കൂപ്പർ എടുത്തിട്ട് നമ്മുടെ ലൈനറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചോപ്പ് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള വാൾനട്ട്സ് ഉണ്ടല്ലോ, അതതിൻ്റെ പുറത്തൂടെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിതിനെ 180-ൽ ഒരു 20-25 മിനിറ്റോളം ബേക്ക് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അങ്ങനെ ബേക്കായിട്ടുള്ള മഫിൻ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അറോമയാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ നമ്മൾ ഈ ബ്രൗൺ ഷുഗറിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ശരിക്കും ഒരു കാരമലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ നല്ല രുചിയാണ്. ഇത് ചെറിയ ചൂടോടെ തന്നെ കഴിക്കുകയും വേണം കേട്ടോ. ചില കേക്ക്സൊക്കെ തണുത്തിട്ട് കഴിക്കാനായിരിക്കും നല്ലത്, പക്ഷേ ഈ ഒരു മഫിൻ ചെറിയ ചൂടിൽ തന്നെ കഴിക്കണം. അതാണ് അതിൻ്റെ ആ ഫുൾ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു മഫിനാണ് നമ്മുടെ ഈ ആപ്പിൾ വാൾനട്ട് മഫിൻ.